കാലത്തും മനുഷ്യരുടെ ഹൃദയകാഠിന്യം എന്നുള്ളത് മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൽപ്പന പോലും അവനവൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം വളച്ചൊടിച്ചുകൊണ്ട് തനിക്ക് ദൈവം ചേർത്ത് വെച്ച ജീവിത പങ്കാളിയെ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെ മനുഷ്യൻ്റെ ഹൃദയകാഠിന്യം ആ ഒരു തെറ്റായ തീരുമാനത്തെ താൽക്കാലികമെങ്കിലും ഒരു പുരുഷൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തൻ എന്നുള്ള നിലയിൽ മോശെ ആ മനുഷ്യർക്ക് ആ കാലഘട്ടത്തിൽ താൽക്കാലിക നിയമമായി നൽകിയൊരു നിയമമാണ് ഉപേക്ഷണാപത്രം കൊടുത്തത്. എന്നാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് ഉപേക്ഷണാപത്രം സമ്മതപൂർവ്വം എഴുതി കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാം എന്നാൽ ക്രിസ്തുയേശു സകലതും പൂർത്തിയാക്കി, ന്യായപ്രമാണം മുഴുവനും പൂർത്തിയാക്കി ദൈവത്തോട് നമ്മെ നിരപ്പ് പ്രാപിപ്പിക്കുവാൻ തക്കവണ്ണം അവൻ തൻ്റെ രക്തം നൽകി, ജീവനെ നൽകി, മറുവിലയായി നമ്മളെ വാങ്ങിയ ക്രിസ്തുവിലൂടെ ക്രിസ്തു പഠിപ്പിക്കുന്നു ഒരിക്കലും ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം മാരകമായ രോഗമോ തളർവാദ രോഗമോ ക്യാൻസറോ ഇനി ഏതെല്ലാം രോഗമാണോ തൻ്റെ ഭർത്താവിനെ പരിചരിക്കാനോ ഭർത്താവിന് വേണ്ട വിധത്തിൽ കൊടുക്കുവാനോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ട വിധത്തിൽ ഭർത്താവിന് നൽകാനോ കഴിയുന്നില്ലെങ്കിൽ കൂടി ഭാര്യയെ ഉപേക്ഷിക്കുവാൻ ഒരിക്കലും ദൈവം, രാജ്യം, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ സത്യം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഭാര്യയോ ഭർത്താവോ ഉപേക്ഷിക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഏതെങ്കിലും വിധേന തൻ്റെ ഭാര്യയോ ഭർത്താവിനെയോ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ വ്യഭിചാരിയാണ് എന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിച്ചാലും അതും വ്യഭിചാരം. ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അത് വ്യഭിചാരം. കാരണം രണ്ടുപേരിൽ ഒരാൾ മരണപ്പെട്ടതിന് ശേഷമല്ലാതെ ദൈവരാജ്യത്തിൻ്റെ നീതിപ്രകാരം മറ്റൊരു വിവാഹത്തിന് അനുവദനീയമല്ല. പക്ഷെ മനുഷ്യൻ അവനവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഹൃദയത്തിലെ ദുർവിചാരങ്ങളും മുഖാന്തരമാണ് കൂടുതലും വിവാഹമോചനങ്ങൾ ഉണ്ടാകുന്നത്. കാരണം പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, പരസ്പരം താഴ്ന്നു കൊടുക്കാൻ തയ്യാറല്ല, പരസ്പരം ഒന്ന് ക്ഷമ ചോദിക്കാനുള്ള മനസ്സില്ല, തെറ്റ് തിരുത്തുവാൻ മനസ്സില്ലാതെ വരുമ്പോൾ തെറ്റാണെന്ന് മനസ്സിലായാലും വാദിച്ചുകൊണ്ട് ആ തെറ്റിനെ മുറുകെ പിടിച്ച് ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ ഇവിടെ എല്ലാം കർത്താവ് ക്രിസ്തു വിശ്വാസികളായിട്ടുള്ള പുതിയ നിയമവിശ്വാസികൾക്കായിക്കോട്ടെ, ന്യായപ്രമാണ പ്രകാരം പഴയ നിയമവിശ്വാസികൾക്കായാലും ദൈവരാജ്യവും ദൈവവും വിവാഹമോചനം അനുവദിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ഹൃദയകാഠിന്യമാണ്, നമ്മുടെ ദുർവാശിയാണ്, നമ്മുടെ ദുരഭിമാനമാണ് അങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിലെ ദൈവത്തിൻ്റെ. അപ്പോൾ നമ്മൾ പരസ്പരം ആലോചിച്ചും മനസ്സിലാക്കിയും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായും ഏതൊരവസ്ഥയിലും നമ്മൾ ഭാര്യാഭർത്തൃ ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് മരണത്തോളം ഭൂമിയിൽ നമ്മുടെ ആയുസ്സ് തികയോളം ആ ജീവിതത്തെ കൂട്ടിപ്പിടിച്ച് കുറവുകളും പരിഹരിച്ച് കുറവുകളെ അംഗീകരിച്ച് തെറ്റുകളെ തിരുത്തി തെറ്റുകളെ നീക്കിയൊക്കെ പരസ്പര ബന്ധത്തിൽ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തീയ വിവാഹം. എന്നാൽ നീതിയുടെയും ന്യായത്തിൻ്റെയും നിത്യതയുടെയും ദൈവരാജ്യത്തിൻ്റെയും പദ്ധതിയാണ് ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ വിശുദ്ധി, ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ ഐക്യത. ഇവിടെ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്? ഈ ലോക ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങളും ഈ ലോക ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും ഏതെങ്കിലും ഒരു വ്യക്തി കീഴ്പ്പെടുമ്പോൾ, ഭാര്യ കീഴ്പ്പെടുന്നെങ്കിൽ ഭർത്താവിന് കീഴ്പ്പെടാൻ മനസ്സനുവദിക്കില്ല. കാരണം മനസ്സുകൊണ്ട് ഭർത്താവ് പറയുന്ന കാര്യങ്ങളെ സ്വീകരിക്കാനും അംഗീകരിക്കാനും കഴിയാതെ വരുമ്പോഴാണ് ഭാര്യയ്ക്ക് ഭർത്താവുമായി ഭിന്നത വരുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഭർത്താവിന് ലോകപരമായ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിച്ച് മുൻപോട്ട് പോകാനും അംഗീകരിക്കാനും സ്വീകരിക്കാനും ഭാര്യ തയ്യാറാകാതെ വരുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് ജീവിതത്തിൽ പരാജയങ്ങളും ഭിന്നതകളും ഉണ്ടായി
ഇവർ ജീവിച്ചിരിക്കെ മരിച്ചവരായി ഉപേക്ഷണ പത്രത്തിനായി ഡിവോഴ്സിന് പോകുന്നു. ദൈവാത്മാവിൽ ഈ ഒരു വിഷയം ഇങ്ങനെയെങ്കിലും ചെറിയൊരു സന്ദേശമായി ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ളത് എൻ്റെ ഉള്ളിൽ തോന്നിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഈ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ചെറിയൊരു സന്ദേശം ഇത്തരത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവിന് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ തന്നെ പുതിയ തലമുറകൾ വിവാഹ ജീവിതത്തിൻ്റെ പവിത്രതയും വിവാഹ ജീവിതത്തിൻ്റെ ബന്ധത്തിൻ്റെ ദൃഢതയും മനസ്സിലാക്കി ക്രിസ്തുവെന്ന നമ്മുടെ രാജകീയ പുരോഹിതനുമായി ചേർന്ന് എടുക്കുന്ന വിവാഹ ഉടമ്പടി ബന്ധത്തിൻ്റെ വിശുദ്ധിയും പരിശുദ്ധിയും താഴ്മയും അംഗീകാരവും പരസ്പരം വിട്ടുവീഴ്ചയും നൽകിക്കൊണ്ട് ഒരുമനപ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ല കുടുംബ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകുവാൻ ക്രിസ്തുവിൻ്റെ മക്കളായിരിക്കും നമുക്ക് ഏവർക്കും കഴിയട്ടെ. അതിനുവേണ്ടി കർത്താവിൽ നമുക്ക് എല്ലാവർക്കും ആശ്രയിച്ച് ദൈവവചനത്തിന് അനുസൃതമായ ഒരു നല്ല ജീവിതം, മാതൃകാപരമായ ജീവിതത്തെ ഈ ലോകത്തിന് മുന്നിൽ ക്രിസ്തുവിലുള്ളവർ കാഴ്ചവെക്കുമ്പോൾ അത് ദൈവരാജ്യത്തിന് അധിക സന്തോഷമായിരിക്കും, ദൈവത്തിന് മഹത്വം കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ആ മഹത്വത്തിന് കീഴിൽ പ്രകാശമുള്ളവരായി മാറും. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന് പ്രകാശവുമായിരിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട്. അങ്ങനെ ഭാര്യ-ഭർത്തൃ ബന്ധത്തെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ച് നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ ക്രിസ്തുയേശുവിൽ വിവാഹ ജീവിതത്തിലെ കുറവുകൾ അതെങ്ങനെ പരിഹരിക്കണം? ഒരുപക്ഷെ ഭർത്താവിൻ്റെ സ്ഥിരമായ ജോലിയില്ലായ്മയോ സ്ഥിര വരുമാനമില്ലായ്മയോ വിവാഹം കഴിക്കുന്ന സമയത്ത് അതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അറിയില്ലായിരിക്കും, അറിയിച്ചിട്ടുണ്ടാവില്ല ഭാര്യയെ. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ വീട്ടുകാർ തമ്മിലാണ് ആലോചിക്കുന്നത്. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിയുമ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നത്, വരുമാനത്തിൽ കുറവ് വരുന്നത്, അപ്പോൾ ഭാര്യയുടെ ഇഷ്ടങ്ങൾ നടക്കാതെ വരുന്നു, അല്ലെങ്കിൽ ഭാര്യയുടെ താല്പര്യപ്രകാരം ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാതെ വരുന്നു. ഇങ്ങനെ പല പല ചേർച്ചയില്ലായ്മകൾ ഉണ്ടാകുന്നത് പ്രധാന കാരണം വരുമാനം കുറവ് കൊണ്ടാണ്. അതൊന്നും പിന്നെ നമ്മുടെ അമിതമായ ആഗ്രഹങ്ങൾ, എന്താ പറയുക, നമുക്ക് നമ്മുടെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളെ നമ്മൾ വേഗത്തിൽ ഇപ്പോൾ നടത്തി കിട്ടണം എന്ന ആഗ്രഹം ഭാര്യയിലുണ്ടാകാം, ഭർത്താവിലുണ്ടാകാം, ഇനി അതിനുശേഷം മക്കളുണ്ടെങ്കിൽ മക്കളിലും ഉണ്ടാകും. അപ്പോൾ അത് നടക്കിടാതെ വരുമ്പോൾ സ്വാഭാവികമായും രണ്ടുപേരുടെ ഇടയിലും വാഗ്വാദങ്ങൾ വരാനിടയുണ്ട്. അതൊക്കെ പരിഹരിച്ച് മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ക്രിസ്തുയേശുവിൽ നാം ആയിരിക്കുന്ന ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ മാതൃകാപരമായി നമ്മൾ മക്കളുടെ മുന്നിൽ പ്രകാശിപ്പിക്കേണ്ടത്, പ്രദർശിപ്പിക്കേണ്ട ജീവിതം പരസ്പര സ്നേഹവും പരസ്പര താഴ്മയും പരസ്പര അംഗീകാരവും, പരസ്പരം വിട്ടുകൊടുക്കുന്ന, പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, പരസ്പരം മനസ്സിലാക്കുന്ന ഒരു ഹൃദയം ഒരുക്കത്തിന് ഉടമയുള്ളവരായി മാറുമ്പോഴാണ് ഭാര്യ-ഭർത്തൃ ബന്ധം എപ്പോഴും നല്ല രീതിയിൽ ദൈവത്താൽ ശോഭിക്കപ്പെടുന്നു. അതിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. നമുക്കൊരു നിമിഷം ഇപ്പോൾ നിലവിൽ വിവാഹിതരായിരിക്കുന്ന ദമ്പതികൾക്കും വിവാഹം കഴിക്കാൻ പോകുന്ന പുതുതലമുറയിലെ പുതിയ ദമ്പതികൾക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് പിതാവ് പുത്രനിൽ മഹത്വപ്രേരണ നൽകിത്തരുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു പിതാവേ. ഇപ്പോൾ വിവാഹ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദമ്പതികൾ പരസ്പരം ഐക്യമത്യപ്പെട്ടുകൊണ്ട് ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ പരസ്പരം താഴ്മയും അംഗീകാരവും നൽകിക്കൊണ്ട് പരസ്പരം ക്ഷമിക്കുവാനും പൊറുക്കുവാനും കൃപ നൽകണമേ കർത്താവേ. ദൈവഹിതമല്ലാത്ത ഒരു തീരുമാനവും എടുക്കുവാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്കും അതുപോലെ പരിസരവാസികൾക്ക് സമൂഹത്തിൽ നല്ല മാതൃകയുള്ളവരായി ജീവിച്ചു കാണിക്കുവാൻ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുതലമുറയിൽ വിവാഹിതരാകുവാൻ തയ്യാറെടുക്കുന്ന എല്ലാ യുവദമ്പതികളുമാവാൻ ആഗ്രഹിക്കുന്ന പുതുതലമുറയിലെ യുവതി യുവാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലെല്ലാം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ അതിശോഭനമായ പ്രകാശം ഉണ്ടാകുവാനും
പരസ്പരം മനസ്സിലാക്കി താഴ്മയോടെ കർത്താവെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഹാലേ സമ്പത്തിലും ദാരിദ്ര്യത്തിലും രോഗാവസ്ഥയിലും ഒന്നും പരസ്പരം വാക്കുവാദം പറഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുന്ന ഉപേക്ഷണപത്രത്തിന് വേണ്ടി കോടതി വരാന്തകളിൽ കയറി ഇറങ്ങുന്നവരായി മാറാതെ പുതിയ തലമുറ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവഭയമുള്ള ദൈവത്തിൽ ആശ്രയം വച്ചിരിക്കുന്ന വിവാഹ ജീവിത ബന്ധം തുടരുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാം സാറായും ജീവിച്ചതുപോലെ സാറായി യജമാനെ ബഹുമാനിച്ചതുപോലെ അതുപോലെ സാറായിയെ ബഹുമാനിച്ചതുപോലെ എല്ലാവരും ബഹുമാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ.